നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനിയുള്ളത് വേർഡ് പ്രോബ്ലംസ് ആണ്. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല വേർഡ് പ്രോബ്ലംസ്. ഫസ്റ്റ് വൺ, രാം ബോട്ട് 240 toffees. Ram bought 240 toffees. Ram bought 240 toffees. He gave 0.4 times of these toffees. He gave 0.4 times of these toffees to his sister. He gave 0.4 times of these toffees to his sister, and 5/12 of the remaining to his younger brother. And 5/12 of the remaining to his younger brother. Ram bought 240 toffees. He gave 0.4 times of these toffees to his sister, and 5/12 of the remaining to his younger brother. Find how many toffees are still with him. Find how many toffees are still with him. അപ്പോൾ നമുക്ക് ഇത് വേർഡ് പ്രോബ്ലംസ് അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങ് ചെയ്താൽ മതി. ടോട്ടൽ എത്ര ടോഫീസ് ഉണ്ടായിരുന്നോ? ടോട്ടൽ ടോഫീസ് ഈസ് ഈക്വൽ ടു വേർഡ് പ്രോബ്ലംസ് ആയതുകൊണ്ട് സ്റ്റെപ്സ് എഴുതണം. ടോട്ടൽ ടോഫീസ് ഈസ് ഈക്വൽ ടു 240. ആദ്യം കൊടുത്തത് സിസ്റ്ററിനാണ്. സിസ്റ്ററിന് toffees given to sister. Toffees given to sister. അതെത്രയാണ്? ഉള്ളതിൻ്റെ 0.4 ടൈംസ് ആണ്. അപ്പം 0.4 ടൈംസ് എന്ന് പറയും 0.4 ഇൻറ്റു 240. അപ്പം 24 ഇൻറ്റു 4 ചെയ്യുന്നത് പോലെ വരുന്നത് 96 വരും. അപ്പം 96 ടോഫി, ഈ 240 ടോഫീസിൽ സിസ്റ്ററിന് കൊടുത്തത് 96 ആണ്. പിന്നെ മിച്ചം എത്രയുണ്ട്? മിച്ചമുള്ളതിൻ്റെ 5/12 ആണ് ബ്രദറിന് കൊടുത്തത്. റിമൈനിങ് സിസ്റ്ററിന് കൊടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് ടോഫീസ് എത്രയുണ്ട്? റിമൈനിങ് ടോഫീസ് ഈസ് ഈക്വൽ ടു 240 മൈനസ് 96 ഈക്വൽ ടു 144. അപ്പം ആദ്യം ടോട്ടൽ ടോഫീസ് എഴുതി, പിന്നെ ആദ്യം സിസ്റ്ററിന് കൊടുത്തു, അതിൻ്റെ മിച്ചം കണ്ടുപിടിച്ചു. മിച്ചമുള്ളതിൻ്റെ 5/12 ബ്രദറിന് കൊടുത്തു. ടോഫീസ് ഗിവൺ ടു ബ്രദർ. ടോഫീസ് given to brother is equal to toffees given to brother is equal to എത്രയാണ്? 5/12 ഓഫ് ദ റിമൈനിങ് ആണ്. ബട്ട് 5/12 ഓഫ് ദ റിമൈനിങ് എന്ന് പറയുമ്പോൾ 5/12 ഓഫ് 144 വരും. 5/12 ഓഫ് ദ റിമൈനിങ്. അപ്പം നമുക്ക് ഇവിടെ 12 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 ഇൻറ്റു 12 ആൻസർ 60 കൊടുത്തു. അപ്പം ബ്രദറിന് കൊടുത്തത് 60. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നുണ്ട് ഫൈൻഡ് ഹൗ മെനി ടോഫീസ് ആർ സ്റ്റിൽ വിത്ത് ഹിം. അപ്പോൾ 144 ഉണ്ടായിരുന്നപ്പോഴാണ് അല്ലേ റിമൈനിങ് 144 ഉള്ളപ്പം അതിൻ്റെ 60 ബ്രദറിന് കൊടുത്തു. അപ്പം മിച്ചം എത്രയുണ്ട്? നമ്പർ ഓഫ് ടോഫീസ് ലെഫ്റ്റ് വിത്ത് ഹിം. നമ്പർ ഓഫ് ടോഫീസ് ലെഫ്റ്റ് വിത്ത് റാം ഇസ് ഈക്വൽ ടു 144 ഉണ്ടായിരുന്നതിൻ്റെ അകത്ത് നിന്ന് 60 ബ്രദറിന് കൊടുത്തു. ആൻസർ 84 വരും. ആൻസർ 84. അപ്പോൾ വേർഡ് പ്രോബ്ലംസ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പം ഇത് ഓരോന്നും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. 0.4 ടൈംസ് ഓഫ് ദ ടോഫീസ്. അപ്പം 0.4 ടൈംസ് ഓഫ് 240 ആണ് ആദ്യ സിസ്റ്ററിന് കൊടുത്തത്. എന്നിട്ട് മിച്ചം എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം എന്താ മിച്ചം ഉള്ളതിൻ്റെ 5/12 ആണ് ബ്രദറിന് കൊടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മാൻ സ്പെൻഡ്സ് 3/8 of his monthly income on food. A man spends 3/8 of his monthly income on food and 0.4 times of the remaining on cloth. And 0.4 times of the remaining on clothes. A man spends 3/8 of his monthly income on food and 0.4 times of the remaining on clothes. A man spends 3/8 of his monthly income on food and 0.5 times of the remaining on clothes. മിച്ചമുള്ളതിൻ്റെ 0.4 ആണ് ക്ലോത്തിന് മുടക്കുന്നത്. ഇഫ്
money left is rupees 1200. If money left is rupees 1200, find his monthly income. Money left is rupees 1200. Find his monthly income. അപ്പോൾ മന്ത്ലി ഇൻകം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എക്സ് എന്ന് വിളിക്കാം. ലെറ്റ് എക്സ് ബി ദ മന്ത്ലി ഇൻകം. Let x be the monthly income. Money spent on food is equal to money spent on food is equal to 3/8 of the monthly income എന്ന് പറയുമ്പോൾ 3/8 എക്സ് വരും. മണി സ്പെൻഡ് ഓൺ ഫുഡ്. അപ്പോൾ റിമൈനിങ് എത്രയാണ്? ഫുഡിന് ശേഷം മിച്ചമുള്ളത് ടോട്ടൽ എക്സ് ആയിരുന്നു. അതിൽ നിന്ന് 3/8 എക്സ് കുറയ്ക്കണം. അപ്പോൾ 8x മൈനസ് 3x/8 ചെയ്യുമ്പോൾ 5x/8 വരും. നമ്മൾ എൽ സി എടുക്കുമ്പോൾ ഇവിടെ 8x മൈനസ് 3x/8 വരും. അപ്പോൾ 5x/8. അപ്പം ഫുഡിന് ശേഷം മിച്ചമുള്ളത് 5x/8 ആണ്. അതിൻ്റെ 0.4 ടൈംസ് ആണ് ക്ലോത്തിന് വേണ്ടി മുടക്കുന്നത്. മണി സ്പെൻഡ് ഓൺ ക്ലോത്ത്. മണി സ്പെൻഡ് ഓൺ ക്ലോത്ത്സ് ഈസ് ഈക്വൽ ടു റിമൈനിങ് ആയിട്ടുള്ളതിൻ്റെ 0.4 ടൈംസാണ്. റിമൈനിങ് ഇതായിരുന്നു, അതിൻ്റെ 0.4 ടൈംസ്. അപ്പോൾ ഇതും കൂടെ വെട്ടുമ്പം 20 വരും അല്ലേ? അപ്പോൾ x/4 വരും. അപ്പം മണി സ്പെൻഡ് ഓൺ ക്ലോത്ത് എന്ന് പറയുന്നത് x/4 ആണ്. അപ്പം മണി ഫുഡിന് സ്പെൻഡ് ചെയ്തു, മിച്ചമുള്ളത് 5x/8 ആയിരുന്നു. അപ്പം ഈ മിച്ചമുള്ള 5x/8 നിന്ന് x/4 അതിൻ്റെ 0.4 ടൈംസ് ഓഫ് 5x/8 എന്ന് പറയുന്നത് നമുക്ക് x/4 ആണ് വരുന്നത്. അപ്പോൾ x/4 ആണ് ക്ലോത്തിന് വേണ്ടി. അപ്പം റിമൈനിങ് എത്രയുണ്ട്? റിമൈനിങ് ഇസ് ഈക്വൽ ടു 5x/8 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് x/4 ക്ലോത്തിന് വേണ്ടി മുടക്കി. എൽ സി എടുക്കുമ്പോൾ 5x മൈനസ് 2x/8 വരും. അപ്പോൾ അത് 3x/8 ആണ്. അപ്പം റിമൈനിങ് മണി എന്ന് പറയുന്നത് 3x/8 ആണ്. അത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? മണി ലെഫ്റ്റ് 1200 ആണ് തന്നിട്ട്. അപ്പം റിമൈനിങ് എന്ന് പറയുന്നത് 1200 ആണ് തന്നിട്ടുണ്ട്. ഗിവൺ ദാറ്റ് മണി ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു 1200. Therefore നമുക്കത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. മണി ലെഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിമൈനിങ് മണി 3x/8 എന്ന് വരും. മണി ലെഫ്റ്റാണ് നമുക്ക് 3x/8 എന്ന് കിട്ടിയത്. അതായത് 5x/8 ഉണ്ടായിരുന്നു. അപ്പം x/4 ഫുഡിന് ക്ലോത്തിന് വേണ്ടി മുടക്കി. മിച്ചമുള്ളത് 5x/8 മൈനസ് x/4 ആണ്. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് 3x/8 കിട്ടി. അതാണ് 1200. അപ്പോൾ x ഈസ് ഈക്വൽ ടു 1200 ഇൻറ്റു 8/3 എന്ന് വരും. നമ്മൾ 400 ഇൻറ്റു 8 3200 എന്ന് വരും. 3200 ആണ് അയാളുടെ മന്ത്ലി ഇൻകം ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Geeta read 3/8 of a book 3/8 of a book on one day, 3/8 of a book on one day, and 4/5 of the remainder on another day, and 4/5 of the remainder on another day. Geeta read 3/8 of a book on one day and 4/5 of the remainder on another day. Find first part, portion of the book left unread after one day. Portion of the book left unread after one day. Geeta read 3/8 of a book on one day and 4/5 of the remainder on another day. Find the portion of the book left unread after one day. Second,
Portion of the book read on second day. Portion of the book read on second day. Third, portion of the book left after 2 days. Portion of the book left after 2 days. Fourth one, total number of pages in the book if 60 pages are left unread after second day. Total number of pages in the book if 60 pages are left unread after second day. Question ഒന്നുകൂടെ പറയാം. Geeta read 3/8 of a book on one day and 4/5 of the remainder on the another day. Find the portion of the book left unread after 1 day. Portion of the book read on the second day. Portion of the book left after 2 days. Total number of pages in the book if 60 pages are left unread after second day. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ലെറ്റ് എക്സ് ബി ദ ടോട്ടൽ നമ്പർ ഓഫ് പേജസ്. Let x be the total number of pages. ഇനി ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? പോർഷൻ read on first day equal to 3/8. 3/8 of the 3/8 portion ആണ്. Therefore, portion left unread എന്ന് പറയുന്നത് ടോട്ടൽ നമ്മൾ 1 ആയിട്ട് എടുത്താൽ 1 - 3/8 ഈക്വൽ ടു 5/8. ഫസ്റ്റ് പാർട്ട് ചോദിച്ചേക്കുന്നത് ആദ്യത്തെ ദിവസത്തിന് ശേഷം വായിക്കാത്ത എത്ര പോർഷൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ ദിവസം 3/8 ഓഫ് ദ പോർഷൻസ് വായിച്ചെങ്കിൽ മിച്ചം 1 - 3/8 ചെയ്യുമ്പോൾ നമുക്ക് 5/8 എന്ന് കിട്ടും. പോർഷൻ റിമൈനിങ് എന്ന് പറയുന്നത് 5/8 ആയിരിക്കും. സെക്കൻഡ് ചോദിച്ചേക്കുന്നത് പോർഷൻ ഓഫ് ദ ബുക്ക് റെഡ് ഓൺ സെക്കൻഡ് ഡേ. സെക്കൻഡ് ഡേയിൽ എന്തരം വായിച്ചു എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം സെക്കൻഡ് ഡേയിൽ വായിച്ചേക്കുന്നത് ആണ് നമുക്ക് വേണ്ടത്. 4/5 ഓഫ് ദ റിമൈൻഡർ ആണ് വായിച്ചേക്കുന്നത്. പോർഷൻ റെഡ് ഓൺ ദ സെക്കൻഡ് ഡേ ഈക്വൽ ടു 4/5 ഓഫ് ദ റിമൈൻഡർ ആണ്. അപ്പോൾ റിമൈനിങ് എത്രയായിരുന്നു? 5/8 ആയിരുന്നു. അപ്പോൾ 4/5 ഇൻറ്റു 5/8 അപ്പം 1/2. ഹാഫ് ഓഫ് ദി പോർഷൻ സെക്കൻഡ് ഡേ വായിച്ചു തീർന്നു അല്ലേ. 4/5 ഓഫ് ദ റിമൈനിങ് എന്ന് പറയുമ്പം ഹാഫ്. 4/5 ഓഫ് ദ റിമൈനിങ് എന്ന് പറയുന്നത് ടോട്ടലിൻ്റെ ഹാഫായിട്ട് വരും. പോർഷൻ ഓഫ് ദ ബുക്ക് റെഡ് ഓൺ സെക്കൻഡ് ഡേ എന്ന് പറയുമ്പം സെക്കൻഡ് ഡേയിൽ 4/5 ഓഫ് ദ റിമൈനിങ് 5/8 ആയിരുന്നു. 4/5 ഓഫ് 5/8 എന്ന് പറയുമ്പോൾ അത് 1/2 ആയിട്ട് കിട്ടും. ഇനി പോർഷൻ ഓഫ് ദ ബുക്ക് ലെഫ്റ്റ് ആഫ്റ്റർ സെക്കൻഡ് ഡേ. അപ്പോൾ റിമൈനിങ് എന്ന് പറയുന്നത് നമുക്ക് മൊത്തം എത്രയുണ്ടായിരുന്നു? 5/8 ആയിരുന്നു. 5/8 മൈനസ് അല്ലേ 5/8 നിന്ന് സെക്കൻഡ് ഡേയിലെ വായിച്ച പോർഷൻസ് കുറയ്ക്കണം അല്ലേ. 5/8 എക്സിൽ നിന്ന് നമ്മൾ ആക്ച്വലി എത്ര വരും? നമുക്ക് 1/2 എക്സ് കുറയ്ക്കണം അല്ലേ. 5/8 എക്സിൽ നിന്ന് നമുക്ക് 1/2 കുറയ്ക്കേണ്ടി വരും. നമ്മൾ എൽ സി എടുക്കുമ്പോൾ 5 - 4/8 ഈക്വൽ ടു 1/8 ആണ്. റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് 1/8 ഓഫ് ദ ബുക്കാണ് വായിക്കാൻ മിച്ചമുള്ളത്. കാരണം ഫസ്റ്റ് ഡേയിൽ 3/8 വായിച്ചു കഴിഞ്ഞാൽ മിച്ചം 5/8 ആയിരുന്നു. ഫസ്റ്റ് ഡേയ്ക്ക് ശേഷം 5/8 ഓഫ് ദ പോർഷൻ മിച്ചം ഉണ്ടായിരുന്നു. അതിൻ്റെ 4/5 സെക്കൻഡ് ഡേയിൽ വായിച്ചാൽ പിന്നെ മിച്ചമുള്ളത് നമുക്ക് ആ 5/8 നിന്ന് ഇത് കുറയ്ക്കണമല്ലോ. അപ്പോൾ 5/8 മൈനസ് ഹാഫ് ചെയ്യുമ്പോൾ 1/8 ആണ്. ഇനി ലാസ്റ്റ് ചോദിച്ചേക്കുന്നത് എന്താണ്?
Total number of pages in the book if 60 pages are left unread after second day. അപ്പം given remaining pages is equal to 60. Therefore 1/8 of total എന്ന് പറയുന്നത് 60 ആണ്. Therefore x is equal to 60 into 8. 60 into 8 which is equal to 480. 60 into 8 answer 480 എന്ന് വരും. Fourth question. A man leaves rupees 1,15,500. 1,15,500. A man leaves rupees 1,15,500. Semicolon letter. 1/3 of it he leaves to his wife. 1/3 of it he leaves to his wife. മൊത്തമുള്ളത് ഇതാണ്. അതിൻ്റെ 1/3 വൈഫിനാണ്. കോമ 2/7 of the rest to each of his doctor. 2 doctors. 2/7 of the rest to each of his 2 doctors. And the remaining to his son. And the remaining to his son. And the remaining to his son. How much does his son get? How much does his son get? A man leaves rupees 1,15,500. 1/3 of it he leaves to his wife. 2/7 of the rest to each of his 2 daughters. And the remaining to his son. How much does his son get? സണ്ണിന് എത്ര കിട്ടി എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ഗിവൺ ടോട്ടൽ ഈസ് ഈക്വൽ ടു 1,15,500. ഗിവൺ ടു വൈഫിന് എത്ര കൊടുത്തു? 1/3 ഓഫ് 1,15,500. 3 വെച്ച് ക്യാൻസൽ ചെയ്താൽ നമ്മൾ 3 3s are 9, 25, 8, 50. 38500. അപ്പം 38500 ആണ് മിച്ചമുള്ളത്, വൈഫിന് കൊടുത്തത്. റിമൈനിങ് എത്രയാണ്? റിമൈനിങ് ഈക്വൽ ടു 1,15,500 മൈനസ് 38,500 വരും. മിച്ചം 77,000 വരും. അപ്പം റിമൈനിങ് 77,000 ആണ്. അതിൻ്റെ 2/7 ആണ് ഡോക്ടേഴ്സിന് കൊടുത്തേക്കുന്നത്. മണി ഗീവൺ ടു ഹിസ് ഡോക്ടർ എന്ന് പറഞ്ഞ് ഈ മിച്ചമുള്ളതിൻ്റെ 2/7 വെച്ച് 2 ഭാഗം കൊടുത്തു. മണി ഗീവൺ ടു 1 ഡോക്ടർ നമുക്ക് കണ്ടുപിടിക്കാം ഈക്വൽ ടു 2/7 ഓഫ് 77,000 വരും. മിച്ചമുള്ളതിൻ്റെ 2/7. അപ്പോൾ അത് 22,000 ആണ്. അപ്പോൾ 2 ഡോക്ടർക്കും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ആൾക്ക് 22, രണ്ടാമത്തെ ആൾക്കും 22. Therefore, money given to 2 daughters is equal to 2 പേർക്കും കൂടെ കൊടുക്കുന്നത് എത്രയാണ്? 22,000 plus 22,000. Money given to 2 doctors equal to 44,000 വരും. Money given to doctors 44,000. Therefore, money remaining ആണ് സണ്ണിന് കിട്ടുന്നത്. Money given to son. Money given to son is equal to 77,000 ആയിരുന്നു വൈഫിൻ്റെ കഴിഞ്ഞ് മിച്ചം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 44,000 കുറയ്ക്കണം. അപ്പോൾ ആൻസർ 33,000. മണി ഗിവൺ ടു സൺ എന്ന് പറയുന്നത് 33,000. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ഡോക്ടേഴ്സിനും കൊടുക്കുന്നുള്ളത് ഓർത്തോണം. ഗിവൺ ടു ഈച്ച് ഓഫ് ഹിസ് ഡോക്ടർ എന്ന് പറയുമ്പോൾ 2 പേർക്ക് സെപ്പറേറ്റാണ് കൊടുക്കുന്നത്.
അപ്പോൾ ആദ്യം 1/3 വൈഫിന് കൊടുത്തു, മിച്ചമുള്ള 2/3 2/7 വെച്ചിട്ട് 2 പെൺമക്കൾക്കും കൊടുക്കും, 2 പേർക്കും 2/7 വെച്ച് കൊടുത്തു, മിച്ചം അപ്പം 33,000 ആണ് വരുന്നത്. ഒരു പ്രോബ്ലം കൂടെ ഈ ടൈപ്പ് ചെയ്യാം. ഇത്രയും പ്രോബ്ലംസ് ഈ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുള്ളൂ. ഓൺ എ പർട്ടിക്കുലർ ഡേ 2/15 of the total number of students on a particular day 2/15 of the total number of students in a school were absent. 2/15 of the total number of students in a school were absent. On a particular day 2/15 of the total number of students in a school were absent. If 1950 students were present on that day, find the total strength of the school. Find the total strength of the school. അപ്പോൾ നമ്മൾ ടോട്ടൽ സ്ട്രെങ്ത് എക്സ് ആയിട്ട് എടുക്കുക. നമുക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ലെറ്റ് എക്സ് ബി ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി സ്കൂൾ. നമ്പർ ഓഫ് ആബ്സെൻറ്റ് ഈസ് ഈക്വൽ ടു 2/15 എക്സ്. അപ്പം നമ്പർ ഓഫ് പ്രസൻറ്റ് എന്തായിരിക്കും? ടോട്ടലിൽ നിന്ന് ആബ്സെൻറ്റ് കുറച്ചാൽ പോരെ, എക്സ് മൈനസ് 2/15 എക്സ് വരും. അപ്പോൾ അത് 15x മൈനസ് 2x/15 ചെയ്യുമ്പോൾ 13x/15 വരും. 13x/15. ഗിവൺ പ്രസൻറ്റ് എത്രയാണെന്നാണ്? ഗിവൺ നമ്പർ ഓഫ് പ്രസൻറ്റ് ഈസ് ഈക്വൽ ടു 1950. Therefore 1950 ഈസ് ഈക്വൽ ടു 13/15x എന്ന് വരും. അത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ ആവും. ഗിവൺ നമ്പർ ഓഫ് പ്രസൻറ്റ് ഈസ് ഈക്വൽ ടു 1950, അതാണ് 13x/15. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു 1950 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 13. 13 വെച്ച് ക്യാൻസൽ ചെയ്താൽ 1 എടുക്കുമ്പോൾ 65. അപ്പോൾ 15, 13 ഇൻറ്റു 15 ആണ് 195. അപ്പം 150. 15 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 225. അപ്പം 2215 ആൻസർ കിട്ടും. 2215 ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Evaluate 5/9 of 810 gram. Evaluate 5/9 of 810 gram. Minus evaluate 5/9 of 810 gram minus 0.05 times of 2 kilogram. 0.05 times of 2 kilogram. Evaluate 5/9 of 810 gram minus 0.05 times of 2 kilogram. അപ്പോൾ 1 ഗ്രാമിൽ 1 കിലോഗ്രാമിൽ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 5/9 ഓഫ് 810 എന്ന് പറയുമ്പോൾ 5/9 ഇൻറ്റു 810 ഗ്രാം മൈനസ് 0.05 ടൈംസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ് 2 കിലോഗ്രാമിന്. 1 കിലോ എന്ന് പറയുമ്പോൾ 1000 ഗ്രാം. അപ്പോൾ 2 കിലോഗ്രാമിന് നമുക്ക് 2000 ഗ്രാം എന്നെടുക്കാം. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ ഇത് 90 വരും. 5 9s 450 ഗ്രാം മൈനസ് ഇവിടെയും ഗ്രാമാണ് 0.05 ഇൻറ്റു 2000. അപ്പം നമുക്ക് 100 വരും അല്ലേ. 2000 ഇൻറ്റു 0.05 എന്ന് പറയുമ്പോൾ 100 ഗ്രാം. അപ്പോൾ ആൻസർ 350 ഗ്രാം എന്ന് വരും. ആൻസർ 350 ഗ്രാം എന്ന് കിട്ടും. ഇനിയൊരു 3 ക്വസ്റ്റ്യൻസ് ഹോംവർക്കാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ടൈപ്പ് HCF LCM കാണാൻ വേണ്ടിയുള്ളതാണ്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ LCM ഓഫ് 5/8, 15/32, 25/64. ആൻസർ 9 and 3/8 വരും. LCM കാണാനായിട്ട് ന്യൂമറേറ്ററിൻ്റെ LCM ബൈ ഡിനോമിനേറ്ററിൻ്റെ HCF കണ്ടാൽ മതി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ HCF ഓഫ് 8/9 ആൻഡ് 20/27. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ HCF കണ്ടിട്ട് ഡിനോമിനേറ്ററിൻ്റെ LCM വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ 4/27 വരും. HCF of 8/9 and 20/27. Next question. Find the LCM and HCF of 2.5, 0.15, 0.15 and 0.05. Find the LCM and HCF of 2.5, 0.15, 0.05. അപ്പോൾ നമ്മൾ ഡെസിമൽ വരുന്ന പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്ത എല്ലാത്തിനെയും 2 ഡെസിമൽ പ്ലേസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഡെസിമൽ മാറ്റിയിട്ടുള്ളത് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെയാണെങ്കിൽ 215, 250, 15, 5 ഈ നമ്പേഴ്സിൻ്റെ LCM HCFും കണ്ടിട്ട് പിന്നെ 2 ഡെസിമൽ പ്ലേസസ് മാറ്റിയാൽ മതി. അപ്പം LCM ആൻസർ നമുക്ക് 7.5ഉം HCFിൻ്റെ ആൻസർ 0.05ഉം കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്ത് തീർക്കണം. നമുക്ക് അടുത്ത ദിവസം പുതിയ ടോപ്പിക്ക് തുടങ്ങാം. ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ്. അപ്പം ഫ്രാക്ഷൻസും സിംപ്ലിഫിക്കേഷനും ഇതുകൊണ്ട് തീരും. അടുത്ത ദിവസം നമുക്ക് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് എടുക്കാം.